നമുക്ക് ആരാ രക്ഷകനായിട്ടുള്ളത്? പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തു. ക്രിസ്തു വന്ന് ജനിച്ചത് അറിവിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിലൊന്നുമല്ല, എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിലൊന്നുമല്ല ക്രിസ്തു വന്ന് പിറന്നത്. ക്രിസ്തു വന്ന് പിറന്നത് ഒരു പുൽക്കൂട്ടിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കും. ഒന്നും അല്ലാതായിത്തീർന്ന എനിക്ക്, ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന എനിക്ക്, ഒരു വിലയില്ല എന്ന് കരുതുന്ന എനിക്ക് ക്രിസ്തു ഒരു വില നൽകുന്നു. എനിക്ക് വേണ്ടി പുൽക്കൂട്ടിൽ ജനിച്ച് കുരിശിൽ മരിച്ച യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിനെ ധരിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം തുറക്കും. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയ്ക്ക് ആരംഭമായി നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ ഒരു പുൽക്കൂട്ടിൽ പിറന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് നമ്മെ രക്ഷിച്ച യേശു ക്രിസ്തുവിൻ്റെ കാൽപാദത്തിങ്കിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കൊണ്ടുവരാം. എഫേസോസ് ലേഖനം 4-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം: യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള സമയമാണ്. യേശുവിൻ്റെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന വലിയ ഒരു കാര്യം, നീ പുതിയ മനുഷ്യനാവുക. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. കാരണം കർത്താവിൻ്റെ വചനം പറയും, നിങ്ങൾ പുതിയ മനുഷ്യനെ, വിശുദ്ധിയിലും നീതിയിലുമുള്ള പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ചിലപ്പോൾ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചില്ലെങ്കിലും സാരമുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഈ ക്രിസ്തുവിൽ തന്നെ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, അച്ചോ, ശരിക്കും നമ്മൾ ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നു, നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ക്രിസ്ത്യാനിയായി ഞാൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ക്രിസ്തുവിനെ അറിയ പോലും ഇല്ലായിരുന്നു, ഞാൻ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. ക്രിസ്തു ജനിച്ചില്ലായിരുന്നെങ്കിലും സാരമൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയായിരുന്നു. സഹോദരങ്ങളെ, ക്രിസ്തു നമുക്ക് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു നമുക്ക് നേടിത്തന്നത് എന്താണെന്ന് നമ്മൾ ആത്മീയ മേഖലയിലിരുന്ന് ധ്യാനിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞാലേ ക്രിസ്തുവിനെ ശക്തമായി ഏറ്റുപറയാനും എൻ്റെ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിന് എനിക്ക് കൊടുക്കാനും ക്രിസ്തുവിനെ ധരിക്കാനും എനിക്ക് സാധിക്കുകയുള്ളൂ. ഇനി ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാകുമായിരുന്നില്ല, ലോകം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ അടുത്ത് നമുക്ക് വാഗ്വാദം നടത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആത്മീയ തലത്തിൽ നമ്മൾ തന്നെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നാട്ടിൽ ഒരു കൃഷിക്കാരൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആട് വളർത്തലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് 2 ആടുകളുണ്ടായിരുന്നു. 2 ആടുകളും പ്രസവിക്കാറായി. ഒരേ സമയത്ത് ഈ 2 ആടുകളും പ്രസവിച്ചു. പ്രസവത്തിൽ ഒരു തള്ള ആട് ചത്തുപോയി. ആ തള്ളാടിൻ്റെ കുട്ടി ജീവിച്ചു. മറ്റേ ആടിനെ സംബന്ധിച്ചിടത്തോളം ആട് ജീവിച്ചു, പക്ഷേ ആടിൻ്റെ കുഞ്ഞ് ചത്തുപോയി. അപ്പോൾ ഈ കർഷകരിരുന്ന് ആലോചിച്ചു, എന്ത് ചെയ്യും? വളരെ വിഷമമായി അദ്ദേഹത്തിന്, എന്ത് ചെയ്യും ഇനി? അദ്ദേഹം ആലോചിച്ച് അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഈ കുഞ്ഞ് ആടിനെ തള്ള ആടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടാം. അപ്പോൾ ഈ കുഞ്ഞാട് തള്ളാടിൻ്റെ അടുത്ത് പോയി ആ ആട് ഒന്നിച്ചങ്ങനെ ജീവിച്ചു കൊള്ളും. കുഞ്ഞാടിന് ആ തള്ളയാടിൻ്റെ പാല് കുടിച്ച് ജീവിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ച് ഈ കുഞ്ഞാടിനെ കൊണ്ട് ഈ തള്ളയാടിൻ്റെ അടുത്ത് കൊണ്ട് കെട്ടി. കഥയാണ്. പക്ഷേ എങ്കിലും ആ തള്ളയാട് കുഞ്ഞാടിന്
പാല് ചുരത്തിയില്ല, അതിൻ്റെ അടുത്തേക്ക് പോയതില്ല, അതിൽ നിന്ന് മാറി 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 നിന്നു. ഇദ്ദേഹത്തിന് വളരെ വിഷമമായി. ഈ കുഞ്ഞാട് അനാഥമായ ആട്, തള്ള ആട്, അതിന് കുഞ്ഞും നഷ്ടപ്പെട്ടു. എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് ആ മനുഷ്യനെന്ന് ചിന്തിച്ചു. ഈ കഥയിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അദ്ദേഹം ഇങ്ങനെ ചെയ്തു. ഈ തള്ളയാടിൻ്റെ കുഞ്ഞ്, ചത്തുപോയ കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ തൊലി ഉരിഞ്ഞെടുത്ത് ഈ ജീവിച്ചിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മേത്ത് അങ്ങോട്ടിട്ടു. അങ്ങനെ ആ വസ്ത്രം, ഈ ചത്തുപോയ കുഞ്ഞാടിൻ്റെ വസ്ത്രം, അദ്ദേഹത്തിൻ്റെ തോല്, ആ കുഞ്ഞാടിൻ്റെ തോലെടുത്ത് ഈ ജീവിച്ചിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മേത്ത് ധരിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ തള്ളാടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ കുഞ്ഞാടിനെ നിർത്തി. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളയാട് ഒന്ന് മണപ്പിച്ച്, ഇതെൻ്റെ കുഞ്ഞ് തന്നെയാണല്ലോ എന്ന് കരുതി ആ തള്ളയാട് ഈ കുഞ്ഞാടിനെ പാൽ ചുരത്തി സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി. ഇതാണ് കഥ. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ധരിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കാനുള്ളതായിരുന്നുവെങ്കിൽ എങ്ങനെയൊക്കെ ജീവിച്ചു പോകാമായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ളതല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും നിനക്കും ഒക്കെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു മധ്യസ്ഥൻ, യോഹന്നാൻ 14 പറയുന്ന പോലെ അത് വഴിയും സത്യവും ജീവനുമായ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ധരിക്കാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കാർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല. ക്രിസ്തുവിലാണ് ഞാനും നിങ്ങളും എല്ലാം നവീകരിക്കപ്പെടുന്നതും പിതാവിൻ്റെ മക്കളായിത്തീരുന്നതും. രണ്ടാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. നമ്മളാരും ദൈവത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള മക്കളല്ല. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വചനത്തിൽ പറയുന്നു. നമ്മളെല്ലാവരും ദൂതന്മാരെക്കാൾ അല്പം താഴെയായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന് മനുഷ്യരല്ല, നമ്മളായിത്തീരണം. കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവൻ്റെ രക്തവും അവൻ്റെ ജീവനും നൽകി എന്നെ പൊതിയാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. എഫേസോസ് ലേഖനത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വചനം, 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനം എന്തിനാണ് എൻ്റെ പ്രിയമുള്ളവരെ? ക്രിസ്തുവിൻ്റെ രക്തം എന്തിനാണ്? നമുക്കെല്ലാവർക്കും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു സ്ഥാനം ലഭിക്കാൻ, സാമീപ്യം ലഭിക്കാൻ, സ്വർഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ നമുക്ക് യേശു ക്രിസ്തുവിനെ ധരിക്കണം. യേശുവിനെ ആരൊക്കെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നുവോ അവരെല്ലാം അവൻ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള കൃപ നൽകി. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാൻ അവിടുന്ന് അഭിഷേകം നൽകി. ഈ വലിയൊരു കൃപ നമ്മൾ ഈ യേശുവിൻ്റെ ജനനത്തിന് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. എങ്ങനെയാണ് ഈ യേശു ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നത്? കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. എഫേസോസ് ലേഖനം 4-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്, സ്നേഹത്തിലായിരിക്കണം, സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ വളരാൻ പോകുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ മക്കളായി, ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിൻ്റെ ജനനം വഴിയായി എല്ലാം മാറി എന്ന് നമ്മുടെ ജീവിതത്തിലെല്ലാം മാറിയെന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ധരിക്കരുത്. നമ്മളതിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ അടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് വളരുക? ഈ ക്രിസ്തുവിൻ്റെ ഈ ജനനത്തിൻ്റെ ഒരുക്ക കാലഘട്ടത്തിൽ നമ്മൾ എന്തോരം സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ചിന്തിക്കുക. എന്തുമാത്രം നമ്മൾ സത്യത്തിൽ ജീവിക്കുന്നവരാണെന്ന് ചിന്തിക്കുക. പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനമുണ്ട്, സത്യത്തിൽ സ്നേഹം. ശരിക്കും എന്തുമാത്രം സ്നേഹത്തിൽ സത്യമുണ്ട്, എന്തുമാത്രം നമ്മുടെ സത്യത്തിൽ സ്നേഹമുണ്ട്, ഇതൊക്കെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ക്രിസ്തുവിനെ ധരിക്കാനായി നീതിയിലും വിശുദ്ധിയിലും
സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാനായി, നമ്മൾ ഒരു പുതിയ മനുഷ്യനെ ധരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. പ്രിയമുള്ള സഹോദരൻ, മൂന്നാമതായിട്ട് ഈ ക്രിസ്തുവിനെ ധരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അനുഭവമുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഇങ്ങനെ പ്രചരിച്ചിരുന്ന ഒരു വീഡിയോ കാണാനായിട്ടിടയായി. 1992 ബാർസലോണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു സഹോദരനാണ്, ഡെറക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 400 മീറ്ററിൽ സ്വർണം നേടുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന മാധ്യമങ്ങളെല്ലാം ഇദ്ദേഹത്തെയാണ് പിക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പ് നടക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോ രാജ്യങ്ങൾ ഇന്ന രാജ്യം ജയിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പ്രവചനങ്ങൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ. അതുപോലെ ആ മീഡിയ അന്നത്തെ കാലഘട്ടത്തിൽ പ്രവചനം നടത്തിയിരുന്നത് ഈ ഡെറക് എന്ന് പറയുന്ന മകൻ 400 മീറ്ററിൽ ജയിക്കുമെന്നായിരുന്നു. നല്ല സ്പീഡിൽ അദ്ദേഹം ഓടുകയാണ്. യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓട്ടം കാണാം. ശക്തമായിട്ട് അദ്ദേഹം ഓടി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മസിൽ കയറി ലാസ്റ്റ് മൊമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കാൻ പറ്റാതെ അദ്ദേഹം ട്രാക്കിൽ വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പ ആ ട്രാക്കിൽ നിന്ന് അദ്ദേഹം വീഴുന്നത് കണ്ട് ഓടി ആ ട്രാക്കിലേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ നടത്തി അവൻ്റെ ഓട്ടം പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു അനുഭവമാണ്. നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അവസാന നിമിഷത്തിൽ എത്താൻ പറ്റാതെ നമ്മളെല്ലാവരും വീണു പോകുന്ന, തോറ്റുപോകുന്ന, കുടുംബത്തിൽ മക്കളെ വളർത്തുന്ന അപ്പനമ്മമാരും ഒരുപാട് എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്, അച്ഛാ എത്ര പ്രതീക്ഷയോടെ ഈ കുഞ്ഞിനെ ദൈവം തന്നപ്പോൾ സ്വീകരിച്ചത്, എത്ര ആഗ്രഹത്തോടെയാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത്, എത്ര ഇഷ്ടത്തോടെയാണ് അവനെ നോക്കിയത്, വലിയ പ്രതീക്ഷയായിരുന്നു. അവൻ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ പ്ലസ് 2-ലെത്തുമ്പോൾ ഒക്കെ വലിയ ആഗ്രഹത്തോടുകൂടി അവൻ്റെ വിജയവും അവൻ്റെ വളർച്ചയും ഒക്കെ കണ്ട് ഞങ്ങൾ ആഹ്ലാദിച്ചിരുന്നു, അല്ലെങ്കിൽ അവളുടെ വിജയവും വളർച്ചയൊക്കെ കണ്ട് ആഹ്ലാദിച്ചിരുന്നു. എന്താ വെച്ചാൽ കോളേജ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ജീവിതം മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമയായി പോയത് ലാസ്റ്റ് മൊമെൻറ്റിൽ, എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ അവൻ നഷ്ടപ്പെട്ടു പോയ അനുഭവം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പല ആളുകൾ ഈ അടുത്ത് ഒരു അപ്പനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നു. അവർ കണ്ട് പങ്കുവെച്ച് അവർ കരയായിരുന്നു. ഭയങ്കര സ്നേഹത്തോട്, ഒരു മോളേ ഉള്ളൂ, ആകെ കൂടി ഒരേ ഒരു മകളേ ഉള്ളൂ. ആ മകളെ ഭയങ്കര സ്നേഹത്തോടു കൂടി വളർത്തിക്കൊണ്ടുവന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു. കേരളത്തിൽ നിന്ന് പുറത്ത് വേറൊരു സ്ഥലത്ത് വിട്ട് പഠിപ്പിച്ചു. അവിടെ അവരൊന്നും അറിയാതെ ആ കുട്ടി വേറൊരു പ്രേമബന്ധത്തിൽ അകപ്പെട്ടു. ആ പ്രേമബന്ധത്തിൽ അകപ്പെട്ട് അവസാനം ആ സഹോദരന് വേറൊരു ബന്ധമുണ്ടെന്ന് അവർക്ക് ആ മകള് അറിയാനിടയായി കഴിഞ്ഞപ്പോൾ അവനുമായിട്ട് തെറ്റിപ്പോയി സംസാരത്തിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞു, നീ പോയി അന്ന് ആത്മഹത്യ ചെയ്തോ. വേറൊന്നും ആ കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല പോലും. അവൾ വീഡിയോയിലെല്ലാം റെക്കോർഡ് ചെയ്ത് ആ മകൾ പോയി ആത്മഹത്യ ചെയ്യുന്ന അനുഭവം എന്തൊരു വേദനയാണെന്ന് ഞാൻ ആലോചിക്കുക. ലാസ്റ്റ് മൊമെൻറ്റിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതം നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ന സ്ഥലത്ത് സീറ്റ് വേണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് പഠിച്ചിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ഇനി കിട്ടിക്കഴിഞ്ഞിട്ടും ഏറ്റവും ആഗ്രഹിച്ച ഉയർച്ചയിലേക്ക് എത്താൻ പറ്റാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ വീണു പോകുന്ന, നമ്മളൊക്കെ അങ്ങനെ തളർന്ന് വീണു പോകുന്ന മക്കളാണ്. ഇവിടെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തു എന്ന് പറയുന്ന നമ്മുടെയൊക്കെ രക്ഷകൻ്റെ വലിയ വില നമ്മൾ തിരിച്ചറിയുന്നത്. ക്രിസ്തുവിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്ന അവിടെയാണ്. നമ്മൾ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ മുമ്പിൽ ഒരു പക്ഷേ നിരാശയും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥകളും ഒക്കെയാണ് അവൻ്റെ ജീവിതത്തിന് മുമ്പിൽ അവൻ കാണുന്നത്. ചിലപ്പോൾ അവൻ ആത്മഹത്യയിലേക്ക് വരെ നീങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ള മക്കളെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി നിന്നിട്ട് ഒരു മകൻ എന്നെ ഫോൺ വിളിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കുരുക്കിട്ട് കഴിഞ്ഞു. അവസാനമായിട്ട് അച്ഛനോടൊന്നും മിണ്ടാൻ വേണ്ടി വിളിച്ചത്. അച്ഛോ, ഈ അച്ഛൻ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട, എനിക്ക് അച്ഛനെ ഒന്ന് കേൾക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വിളിച്ചെന്നേ ഉള്ളൂ അച്ഛാ. ജീവിതത്തിൽ ഞാൻ ഇത്രയും നേടി, പക്ഷെ അവസാനം എനിക്ക് തോന്നുന്നു ഞാനൊന്നും നേടിയിട്ടില്ല, ഞാനൊന്നും ആയിത്തീർന്നിട്ടില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് അച്ഛാ. അങ്ങനെ കുടുംബത്തിലും സാമ്പത്തികമായും എല്ലാം തളർന്നു പോയ ആ മകൻ്റെ വേദന. ഈ സമയങ്ങളിൽ ശരിക്കും ആരാ രക്ഷകനായിട്ട് നമുക്കുള്ളത്? നമുക്ക് ആരാ രക്ഷകനായിട്ടുള്ളത്? പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തു. പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. ക്രിസ്തു വന്ന് ജനിച്ചത് അറിവിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിലൊന്നുമല്ല. അറിവ് ഗ്രീക്കുകാരുടെ വലിയ സംഭവമായിരുന്നു. അറിവില്ലാത്തവൻ ഒരു ഗുണമില്ലാത്ത ആൾ എന്ന് കരുതിയിരുന്നതാണ്. ക്രിസ്തു അവിടെയല്ല വന്ന് ജനിച്ചത്.
അധികാരത്തിൻ്റെ സാമ്രാജ്യത്തിലല്ല. റോമ സാമ്രാജ്യം അധികാരമാണ്. എല്ലാ റോഡുകളും റോമിലെത്തുന്നു എന്നല്ലേ പറയപ്പെടുന്നത്. എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിലൊന്നുമല്ല ക്രിസ്തു വന്ന് പിറന്നത്. ക്രിസ്തു വന്ന് പിറന്നത് ഒരു പുൽക്കൂട്ടിലാണ്, ഒന്നുമില്ലായ്മയിലാണ്. നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. നമ്മുടെ ജീവിതം ഒന്നുമില്ലാതെയായി നിൽക്കുമ്പോൾ, വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു പുൽക്കൂട് ആര് ശ്രദ്ധിക്കുന്ന കാര്യമാണ്? ഒരാളും ശ്രദ്ധിക്കാത്ത സ്ഥലമല്ലേ പുൽക്കൂട്. ആ പുൽക്കൂട്ടിലേക്ക് ക്രിസ്തു വരികയാണ്. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ആ പുൽക്കൂട് തുറക്കപ്പെടുന്നു. ആർക്ക് വേണ്ടി? രാജാക്കന്മാർക്ക് വേണ്ടി പോലും തുറക്കപ്പെടുന്നു. ആട്ടിടയന്മാർക്ക്, രാജാക്കന്മാർക്ക്, എല്ലാവർക്കും വേണ്ടി ആ പുൽക്കൂട് തുറക്കപ്പെടുന്നു. അന്ന് വരെ ഒന്നും അല്ലാതിരുന്ന പുൽക്കൂട് ഇന്ന് സ്വർഗത്തിൻ്റെ അടയാളമായി മാറിയിരിക്കുന്നു. ഇതാണ് ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, യേശു ക്രിസ്തുവാകുന്ന രക്ഷകനെ ജീവിതത്തിലേക്ക് എടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഒന്നും അല്ലാതായിത്തീർന്ന എനിക്ക്, ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന എനിക്ക്, ഒരു വിലയില്ല എന്ന് കരുതുന്ന എനിക്ക് ക്രിസ്തു ഒരു വില നൽകുന്നു. ക്രിസ്തു എന്നെ സ്വീകരിക്കുന്നു. അവസാനമായി പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ക്രിസ്തു നമ്മളെ വിളിക്കുകയാണ് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് അവിടുത്തെ ധരിക്കാനായി, അവിടുത്തേതിൽ വളരാനായി ക്രിസ്തു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഒന്നുമില്ലാത്തവരല്ല നമ്മൾ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അഭിമാനത്തോടുകൂടി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഒരു മനുഷ്യൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയാൽ പിതാവ് അവനെ തള്ളിക്കളയില്ല, ഒരിക്കലും തള്ളിക്കളയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പിതാവായ ദൈവം അങ്ങനെ തന്നെ ക്രിസ്തു വഴിയായി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയും പിതാവായ ദൈവം തള്ളിക്കളയില്ല. അവൻ അഭിഷേകം ചെയ്യും പിതാവ്. കാരണം ക്രിസ്തുവിനെയാണ് അവൻ ധരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ ധരിക്കാൻ മടി കാണിക്കരുത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മടി കാണിക്കരുത്. രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടുകാരൻ്റെ ജീവിതം വളരെയധികം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി, യേശു ക്രിസ്തുവിനെ ധരിക്കാൻ ആഗ്രഹിച്ച് മറ്റെല്ലാം ഉപേക്ഷിച്ച ഒരു മകനാണ് ഹെൻറി മാർട്ടിൻ. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ മകൻ വളരെയധികം ആഗ്രഹത്തോടു കൂടി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതായിരുന്നു, ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. കാണാനൊന്നും അത്രയും ഭംഗിയൊന്നും ഉണ്ടായിരുന്ന ഒരു മകനല്ലായിരുന്നു ഹെൻറി. അത്ര ഭംഗിയില്ലാത്ത വിരൂപനായ ആ മകനെ ആരും സ്നേഹിച്ചിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന ആളുകളെ, പെൺകുട്ടികൾ വളരെ സ്നേഹത്തോടെ ആരാധനയോടൊക്കെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ട്, അദ്ദേഹത്തിൻ്റെ ആന്തരിക സൗന്ദര്യം കണ്ട്, ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടല്ല, ആന്തരിക സൗന്ദര്യം കണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. അവർ വളരെ സൗഹൃദത്തിലായി ഒരു ദിവസം അദ്ദേഹത്തിന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നൊരു വിളി കിട്ടുകയാണ്. ഇന്ത്യയിലേക്ക് പോകണം, ഇന്ത്യയിലേക്ക് പോയി മിഷണറി ആവണം, യേശു ക്രിസ്തുവിന് ഇന്ത്യയിൽ സാക്ഷ്യം വഹിക്കണം. അങ്ങനെയുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉള്ളിൽ വന്നു. അദ്ദേഹം കർത്താവിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അടുത്ത് പോയി അഭിപ്രായം ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പിന്നെയും വന്നത്. അങ്ങനെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, നീ എൻ്റെ കൂടെ മിഷണറിയായി ഇന്ത്യയിലേക്ക് വരാമോ? ദൈവം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു, ഇന്ത്യയിൽ പോയി യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്ത്, കല്യാണം കഴിക്കാൻ അദ്ദേഹത്തെ ആഗ്രഹിച്ചിരുന്ന ആ പെൺസുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരിക്കലും നിൻ്റെ കൂടെ മിഷണറിയായി ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുകയില്ല. അവൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല,
എനിക്ക് മിഷണറി ആകാൻ കർത്താവ് അത്രയും ആഗ്രഹിക്കുന്നു, എനിക്ക് നിന്നെയും വേണം, ഈശോയും വേണം. അവൾ പറഞ്ഞു, ഒരിക്കലും മിഷണറി ആവാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരികയില്ല. അദ്ദേഹത്തെ വളരെയധികം അത് വേദനിപ്പിച്ചു. അദ്ദേഹം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടി, കർത്താവെ, ആകെ കൂടി എന്നെ ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയിൽ സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ്, എൻ്റെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചൊരു പെൺകുട്ടിയാണ്, എനിക്കും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള എന്നെ കർത്താവ് എന്തുകൊണ്ടാണ് അവൾ ഇന്ത്യയിലേക്ക് എൻ്റെ കൂടെ മിഷണറിയായി വരില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഈ മകൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ലഭിച്ചൊരു വെളിപാടുണ്ട്. വെളിപാട് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ക്രിസ്തു പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഓക്കെ, നിൻ്റെ പെൺ സുഹൃത്ത് എന്നും നിൻ്റെ ഒരു സുഹൃത്തായിരിക്കും, എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും, നല്ലൊരു സ്നേഹിതയായിരിക്കും. എന്നാൽ ഞാൻ നിൻ്റെ രക്ഷകനായ ദൈവമാണ്, അവൾ നിൻ്റെ രക്ഷകനായ ദൈവമല്ല. ഈ വെളിപാട് കിട്ടിയ ഉടനെ തന്നെ ഇവൻ ഈ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, അവളോട് നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്, എന്നെ നീ മാത്രമാണ് ഇത്രയും സ്നേഹിച്ചത് ഈ ഭൂമിയിൽ വെച്ചിട്ട്, എന്നെ നീ മാത്രമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, നീ എന്നും എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും. യേശു ക്രിസ്തു എൻ്റെ രക്ഷകനായ ദൈവമായിരിക്കും, നീ എൻ്റെ രക്ഷകനായ ദൈവം അല്ല. യേശുവാണ് എൻ്റെ രക്ഷകനായ ദൈവം. ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നീ എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ധരിച്ച ഹെൻറി മാർട്ടിൻ ഇന്ത്യയിലേക്ക് വന്നു. ഒരു മിഷണറിയായി ഇന്ത്യയിൽ ജീവിച്ചു. വളരെ കുറച്ച് കാലഘട്ടം മാത്രം ഇന്ത്യയിൽ വന്ന് ഒരു മിഷണറിയായി ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിനുള്ളിൽ 4-5 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഉറുദു ഭാഷ പഠിക്കുകയും അങ്ങനെ ഉറുദു ഭാഷയിലേക്ക് ആദ്യമായി അംഗീകരിക്കപ്പെട്ട ഉറുദു ഭാഷയിലേക്ക് ആദ്യത്തെ ബൈബിൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ അസുഖം ബാധിച്ച് പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് അത്ഭുതത്തോടെ ഞാൻ ഓർക്കുന്നു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ, അച്ഛനായിട്ട് 10-16 വർഷങ്ങൾക്കിടയിൽ എനിക്കൊരു ഭാഷ പഠിച്ച് ആ ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ കർത്താവ് അതിന് എന്നെ വിളിച്ചിട്ടില്ലായിരിക്കാം. എങ്കിൽ പോലും ഈ മകൻ വേറൊരു രാജ്യത്ത് നിന്ന് വന്ന് ഇവിടുത്തെ ഭാഷ പഠിച്ച്, ഉറുദു ഭാഷ പഠിച്ച്, ആ ഭാഷയിലേക്ക് ആദ്യമായി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവന് അത്രയും വലിയൊരു കൃപ ദൈവം കൊടുത്തു. യേശു ക്രിസ്തുവിനെ ധരിക്കുന്നവർക്ക്, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവർക്ക്, ക്രിസ്തുവിനെ പ്രതി മറ്റെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക്, ആസക്തികളാൽ കലുഷിതമായ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നവർക്ക് പിതാവായ ദൈവം സ്വർഗം തുറന്നു കൊടുക്കും. പിതാവ് വേറെ ഒന്നും നോക്കില്ല, എൻ്റെ മകനെ ഇവൻ ധരിച്ചിരിക്കുകയാണ്, എൻ്റെ മകനെ ഇവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ അനുഗ്രഹവും ഇവൻ്റെ മേൽ വർഷിക്കും എന്ന് പിതാവ് പറയും. അങ്ങനെ മാത്രമേ പിതാവിന് കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയും സ്നേഹമാണ് യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മകൻ്റെ മേൽ പിതാവായ ദൈവത്തിനുള്ളത്, സ്വർഗത്തിനുള്ളത്. ചിലപ്പോൾ നമ്മൾ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ മടി കാണിക്കാതെ ഏറ്റുപറഞ്ഞുകൊണ്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ യേശുവിനെ തള്ളിക്കളയാതെ, എനിക്ക് വേണ്ടി പുൽക്കൂട്ടിൽ ജനിച്ച് കുരിശിൽ മരിച്ച യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിനെ ധരിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം തുറക്കും. പിതാവായ ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കും. കാരണം അവൻ്റെ ഏക മകനെ ധരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ, അവൻ്റെ ഏക മകനെ ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കും. അതുകൊണ്ട് വചനം പറയും, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. വിശ്വാസം വഴിയാണ് ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ആരും ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നില്ല. വീണ്ടും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, യേശു ക്രിസ്തുവിനെ ഞാൻ ധരിക്കാറുണ്ടോ? വചനം പറയുക, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കണം. കൊളോസോസ് ലേഖനത്തിൽ കർത്താവിൻ്റെ വചനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം.
ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. അവനെയാണ് നമ്മൾ ധരിക്കേണ്ടത്. വ്യർത്ഥ ചിന്തകളെയല്ല, തത്വചിന്തകളെയല്ല, എന്തെങ്കിലും പ്രത്യേകതയുള്ള മനുഷ്യരെയല്ല. മോഹൻലാൽ ധരിച്ചിരിക്കുന്ന പോലെ ഡ്രസ്സ് ധരിക്കുക, മെസ്സി ധരിച്ചിരിക്കുന്ന പോലെ ഡ്രസ്സ് ധരിക്കുക, ഐശ്വര്യ റായി ധരിച്ചിരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹവും സ്റ്റൈലും എല്ലാം. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാനുള്ള കാര്യം, നമുക്ക് യേശു ക്രിസ്തുവിനെ ധരിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ക്രിസ്തു റെഡിയായിട്ടിരിക്കുകയാണ്. നീ ക്രിസ്തുവിനെ ധരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ രക്തം നൽകി നിന്നെ പിതാവായ ദൈവത്തിന് സമീപസ്ഥനാക്കും. ഒരു സംശയം ആ കാര്യത്തിൽ നമുക്കാർക്കും വേണ്ട. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ ധരിക്കാനുള്ള കൃപ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ആരെയാണ് ധരിച്ചിരിക്കുന്നതെന്ന് ഒന്ന് വിചിന്തനം ചെയ്യാം. ഞാൻ ആരെ ധരിച്ചിട്ട് നിൽക്കുന്നത്? എൻ്റെ തന്നെ ആഗ്രഹങ്ങൾ ധരിച്ചിട്ടാണോ ഞാൻ നിൽക്കുന്നത്? എൻ്റെ തന്നെ അഹത്തെ ധരിച്ചിട്ടാണോ ഞാൻ നിൽക്കുന്നത്? അതോ വേറെ ഏതെങ്കിലും വ്യക്തികളെ ധരിച്ചിട്ടാണോ നിൽക്കുന്നത്? പഴയ മനുഷ്യനെ എടുത്ത് ദൂരെ എറിവിൻ എഫേസ്യസ് ലേഖനത്തിൽ ആസക്തികളാൽ കലുഷിതനായ മനുഷ്യനെ നിങ്ങൾ ദൂരെ എറിവിൻ എന്ന് എഫേസ്യസ് ലേഖനത്തിൽ പറയുകയാണ് നമ്മുടെ അടുത്ത്. അങ്ങനെയുള്ള മനുഷ്യനെ ഉരിഞ്ഞു കളയാനും പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കാനും, ക്രിസ്തുവിനെ ധരിച്ചാൽ മാത്രമേ പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. ധരിക്കാനും നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു ക്രിസ്തുവിൻ്റെതായി ജീവിക്കാൻ, യേശു ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെടാൻ, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് പൊതിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ.